ഗൈസ്, നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഭാഗം എല്ലാവർക്കും ഭയങ്കര പ്രശ്നക്കാരനായിരിക്കും. ഈ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ തന്നെ നിങ്ങൾ പോയി കയ്യിന്ന് പോയി, എനിക്ക് പറ്റൂല, എന്നെക്കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ആ ഒരു ട്രയാങ്കിള് SSA റൂളോ ASA റൂളോ അങ്ങനെ ആ റൂളുകളൊക്കെയാണ് ഭയങ്കര പ്രശ്നക്കാരനായിട്ട് തോന്നുന്നത്. അതല്ലാതെ വേറൊരാളുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ. ആരാന്നറിയോ? ഈ ഒരു സമപാർശ്വ ത്രികോണങ്ങൾ, ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഇത് നിങ്ങൾ വെറുതെ ആ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചടച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കി വിടുന്ന ഒരു ഭാഗമാണ് ഇത് മക്കളെ വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഇത് വെറുതെ മറന്നിട്ട് പഠിക്കാതെ പോവരുത്. ഇതെന്തായാലും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു വെച്ചോ. ഈക്വൽ ട്രയാങ്കിളിൽ എന്തായാലും ഒരു പകുതി മാർക്കിന് ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും. നിങ്ങൾ അറിയാതെ എന്തായാലും പോകരുത്. അപ്പൊ മക്കളെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കാണും ഇതുപോലെ ഈക്വൽ ട്രയാങ്കിൾസ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവര്. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗം അടിപൊളിയായിട്ട് തകർപ്പനായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ നോക്ക്, എന്താണ് ഈ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ. അതായത് ഞാൻ പറയാണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇവനും 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇവനും എത്ര തന്നെയായിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ എന്താണ്? രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ളവനാണ് ആര്? ഐസോസ്ലെസ് ട്രയാങ്കിൾ. അങ്ങനെയെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? യെസ്, ഓക്കെ. വൺ ആംഗിൾ ഓഫ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ഈസ് 120 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? അപ്പോൾ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിലെ സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോണ് 120 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഉണ്ട്. ഇവർ പറയാണ് ഇത് 120, ഏതോ ഒരു കോണ് 120 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് രണ്ട് സംശയങ്ങളാണ് ഉണ്ടാവുക. തുല്യമായിട്ടുള്ള കോണുകളാണോ 120 ഡിഗ്രി, അല്ലെങ്കിൽ തുല്യമല്ലാത്ത കോണാണോ? അതായത് ഈ തുല്യമായിട്ട് വരുന്ന ഇവന്മാരാണോ 120, അല്ലെങ്കിൽ മറ്റേ കോണാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തുല്യമായിട്ടുള്ള കോണുകൾ 120 ആണെങ്കിൽ 120 + 120 ഇത് തന്നെ 240 ആയി അല്ലേ? നമ്മളുടെ കോണുകൾ എല്ലാവരും കൂടെ കൂട്ടിയാൽ 180 പറ്റുള്ളൂ. അപ്പൊ എന്തല്ല, ഈ കോണല്ല, നമ്മളുടെ ഈ തുല്യമായിട്ടുള്ള കോണുകളല്ല എന്ത് 120. അതല്ലാത്ത തുല്യമല്ലാത്ത കോണാണ് 120 എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതല്ല. ഇനി അടുത്തത്, അപ്പൊ ഈ തുല്യമല്ലാത്ത കോണാണ് അല്ലെ, തുല്യമായ കോണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇത് 120 ആണെങ്കിൽ ബാക്കി രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 - 120 60 ഡിഗ്രി കിട്ടണം അല്ലെ? ബാക്കി രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ 60 ഡിഗ്രി കിട്ടണം. അങ്ങനെയെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60നെ രണ്ടായിട്ട് മുറിച്ചു 30 ആയിരിക്കും. അതായത് ഇവനും 30 ഡിഗ്രി ആയിരിക്കും, ഇവനും 30 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേ? എന്തായാലും 1 or 2 മാർക്കിന് ചോദിക്കും, വെറുതെ ഒഴിവാക്കി വിടണ്ട കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ. ദ പിക്ചർ ഷോ ദ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 points on a circle. Two of the angles formed by the joining this point to the center of the circle are also given. ചിത്രത്തിൽ ഒരു വൃത്തത്തിൽ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളുടെ വൃത്തത്തിന്റെ 3 ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു പച്ച കളറിലുള്ള ത്രികോണം വരച്ചിരിക്കുന്നു. വൃത്തത്തിലെ ബിന്ദുക്കൾ വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന 3 കോണുകളിൽ 2 അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് ഇതെന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ്. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെ 3 ചുവപ്പ് വരകൾ പോകുന്നുണ്ട്. ആ റെഡ് വരകളിൽ ഇവിടെ ഉണ്ടാക്കുന്ന 2 കോണുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ച കാര്യം ഒന്നാമത്തേത്, കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ അറ്റ് ദ സെന്റർ. വൃത്തത്തിലെ 3ാമത്തെ കോൺ കണക്കാക്കുക. നിങ്ങൾ നോക്ക്, ഈ 2 കോൺ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇവർ പറയാണ് കേട്ടോ, ഇവനെ കാണാൻ, ഇവൻ എത്രയാന്ന് കാണാൻ. സിമ്പിൾ അല്ലേടാ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ട? ഒരൊറ്റ കാര്യമാണ്, ഒരു വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാവുന്ന ആകെ കോൺ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നുള്ള ഒരു ചെറിയ കാര്യം മക്കൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആണ്. അപ്പൊ ഇത് 120ഉം ഇത് 110ഉം ആണെങ്കിൽ ഇവൻ എത്രയായിരിക്കും? ഇവന്മാർ 120ഉം 110ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 0, 3, 2 230 കിട്ടും അല്ലെ? 230 കിട്ടും. അങ്ങനെയെങ്കിൽ 360ൽ നിന്നും ഇവന്മാര് കുറച്ചാൽ 230 കുറച്ചാൽ എത്രയാണ്ടാവുക? 0 നിന്ന് 0 പോയാൽ 0, 6 നിന്ന് 3 പോയാൽ 3 ആണ്, 3 നിന്ന് 2 പോയാൽ 1 ആണ്. 130 ഡിഗ്രി. അതായത് ഇവൻ എത്രയാണ്? 130 ഡിഗ്രി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. വൃത്തത്തിന്റെ 3ാമത്തെ കോൺ കണക്കാക്കുക. വൃത്തത്തിലെ വലിയ ത്രികോണത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക. അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രമണ, ഈ ഒരു കോണും വൃത്തത്തിലെ വലിയ ആ ഒരു പച്ച ത്രികോണം കാണുന്നില്ലേ, അതിന്റെ ഈ കോണും ഒക്കെ കണക്കാക്കാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഇവിടെ 3 കുഞ്ഞു ത്രികോണങ്ങളുണ്ട്. അതായത് 1, 2, 3 കുഞ്ഞു ത്രികോണങ്ങളില്ലേ? 3 കുഞ്ഞു ത്രികോണങ്ങളുണ്ട്. ഒന്നാമത്തെ ത്രികോണത്തിൽ നിങ്ങൾ നോക്ക്, ഈ ഒരു സൈഡും എന്താടാ? ഈക്വൽ ആണ്. ബിക്കോസ് ഇവന്മാര് റേഡിയസ് ആയി, സർക്കിളിന്റെ റേഡിയസ് എപ്പോഴും ഈക്വലാ. അതായത് ഇതിന്റെ ഈ ഒരു സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇവനും ഈക്വൽ ആയിരിക്കും. ബാക്കി രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 നിന്നും 120 പോയി കഴിഞ്ഞാൽ എത്രയാടാ ഉണ്ടാവുക? 60 ആണ് കിട്ടുക. അതായത് ഇവനും കൂടെ കൂട്ടിയാൽ 60 കിട്ടണം. അപ്പൊ എത്രയായിരിക്കും? 60ന്റെ പകുതി 30 ആയിരിക്കും ഇവന്മാർ രണ്ടാളും. സിമ്പിൾ. ഇനി അടുത്ത നോക്കിയേ, ഇത് 110 ആണ്. ഈ സൈഡും ഈക്വൽ ആയിരിക്കൂലേ? റേഡിയസ് ആണ് അല്ലെ? അപ്പൊ ഇത് 110 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 150 മൈനസ് 110 എത്രയാടാ? 70 ഡിഗ്രി കിട്ടണം. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 35 ആയിരിക്കും, ഇവനും 35 ആയിരിക്കും. ഇനി മൂന്നാമത്തെ കുഞ്ഞു ത്രികോണം നോക്കിയേ, ഇത് 130 ആണ്. ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇത് 130 ആണെങ്കിൽ ബാക്കി രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 മൈനസ് 130 അതായത് എത്രയാണ്? 50 ഡിഗ്രി കിട്ടണം. അതായത് 50 എന്ന് പറഞ്ഞാൽ 50ന്റെ പകുതി 25 ആയിരിക്കും ഇവന്മാര്. ബിക്കോസ് ഇവന്മാരൊക്കെ എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിളാ, സമപാർശ്വ ത്രികോണ, രണ്ട് സൈഡ് ഈക്വലും രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. ഇത് നമുക്ക് പച്ച ത്രികോണത്തിന്റെ കോണുകൾ നിങ്ങൾക്ക് കാണാൻ എന്തോ പണിയുണ്ടോ? 35ഉം 30ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? ഈ ആംഗിൾ 35ഉം 30ഉം കൂടെ കൂട്ടിയാൽ 65 ഡിഗ്രി. ഒരാംഗിൾ 65 ഡിഗ്രി. ഇനി ഇവൻ 25ഉം 35ഉം കൂടി കൂട്ടിയാൽ എത്രയാ വരിക? 50ഉം 60 ഡിഗ്രി അല്ലെ? 60 ഡിഗ്രി. ഇനി അടുത്തത് 30ഉം 25ഉം കൂടെ കൂട്ടിയാൽ എത്ര വരിക? 55 ഡിഗ്രി. 3 കോണുകൾ ഇവന്മാരാണ്. നിങ്ങൾ വെറുതെ കൂട്ടിയൊക്കെ 60ഉം 120, 120ഉം 50ഉം 70, 5ഉം 5ഉം 10ഉം 180 ഡിഗ്രി ആയി അല്ലെ? അപ്പൊ 3 കോണുകൾ എന്ന് പറഞ്ഞാൽ 65, 60, 55 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തെന്ന് വരിക? ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് വരിക. എന്തായാലും ഈ ഒരു ഈക്വൽ ട്രയാങ്കിൾസിന്റെ വലിയൊരു ഭാഗം കഴിഞ്ഞിട്ട് കുഞ്ഞു ഭാഗത്താണ് ഇത് പറയുന്നത്. ഇതിൽ നിന്നും 2 ക്വസ്റ്റ്യൻ മിനിമം നമ്മളുടെ ഓൺ എക്സാം ആയാലും മിഡ് ടേം എക്സാം ആയാലും നിങ്ങൾക്ക് വന്നിരിക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പൊ വെറുതെ ഒഴിവാക്കി വിടണ്ട. നമ്മളുടെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോ. പഠിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞേക്ക്. ഓക്കെ, അങ്ങനെയെങ്കിൽ എടാ നമ്മളുടെ ഓൺ എക്സാമും ക്രിസ്മസ് എക്സാമും ഓൺ എക്സാമും മിഡ് ടേം എക്സാമും ഇങ്ങനെ വിരലിന്റെ തുമ്പത്തെത്തിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ എടാ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ഫ്രീ മെറ്റീരിയൽസ് വേണം എന്നുള്ളവരാണെങ്കിൽ ഓടിപ്പോയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്തോ? ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഏതാ ക്ലാസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടോ. വാട്സപ്പിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ നമ്പറിലേക്ക്. ഞങ്ങൾ ക്ലാസ് 8 ആണ്, മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഓൺ എക്സാം കളറാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് റെഡി ആയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. എന്നിട്ട് നമ്മളുടെ മെറ്റീരിയൽസ് ഒക്കെ സെറ്റാക്കി പഠിക്കാനിരുന്നോ. നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ള ലൈവുകളൊക്കെ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.